എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ ഷാബു പ്രസാദാണ് കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ വാർത്ത ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലേക്ക് അമേരിക്ക അതാ നിർണായകമായ ഒരു നീക്കവുമായി എത്തിയിരിക്കുന്നു. ഫോദോ, നത്താൻസ്, ഇസ്രാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. സാർ എന്തായാലും ഈ വിഷയം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സാർ, എന്താണ് അപ്ഡേറ്റ്സുകൾ? അമേരിക്ക ഇങ്ങനെ പെട്ടെന്നൊരു ആക്രമണത്തിലേക്ക്, കാര്യം 2 ആഴ്ചയാണ് ആലോചിക്കാൻ സമയം കൊടുത്തിരുന്നത് ട്രംപ്. എപ്പോൾ എന്ന സമയം എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്ക ഇതിനകത്ത് ഇടപെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് ഇടപെട്ടേ പറ്റൂ. ഉം. അപ്പം ഈ 2 ആഴ്ച സമയം കൊടുത്തു. ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യം മാത്രമാണ്. 2 ദിവസം മുമ്പ് തന്നെ ഈ മീറ്റു സ്റ്റെൽത്ത് ബോംബറുകളൊക്കെ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ളത് അതൊന്നും ആർക്കും ഇതിന് വലിയ അന്താരാഷ്ട്ര ജ്ഞാനമൊന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ പൊതുവെ നിരീക്ഷിക്കുന്ന ഒരു സാധാരണക്കാർക്ക് പോലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അമേരിക്ക ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതാണ് ആ സ്വാഭാവികമായ ഇതിന്റെ അത്ഭുതമൊന്നുമില്ല. ഇത് പെട്ടെന്ന് എന്താണ് അങ്ങനെ പെട്ടെന്നുള്ളതല്ല. അവിടെ ഇപ്പം ഇസ്രയേൽ തുടങ്ങി വെച്ച് ഒരു പരിധിവരെ വളരെ കംപ്ലീറ്റ് ആക്കിയ സാധനം അന്ന് പൂർണ്ണമായിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ള ജോലിയാണ് അമേരിക്കയ്ക്കുള്ളത്. അത് അവരത് ഭംഗിയായിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇതിൽ ഇന്നലെ ആക്രമണം നടത്തിയതിനു ശേഷം, ആണവ ആയുധ റിയാക്ടറുകളെ ആക്രമിച്ചതിന് ശേഷം ട്രംപ് നടത്തിയൊരു പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞങ്ങളെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, 10 വർഷത്തിലധികമായി ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെയും ഞങ്ങൾക്കെതിരെയും വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഇസ്രായേലിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് പറയുന്ന ട്രംപിനെ കണ്ടു. പക്ഷേ ട്രംപിന് കഴിഞ്ഞ ദിവസമാണ് നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ആക്രമണം തുടരുമെന്നൊരു സാഹചര്യം. അന്ന് ട്രംപും നെതന്യാഹുവും തെറ്റിപ്പിരിഞ്ഞെന്നുള്ള ചർച്ചകൾ വരെ വന്നിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ചരിത്രപരമായി എങ്ങനെയാണ് ഇസ്രായേൽ അമേരിക്ക ബന്ധം എന്നുകൂടി പറഞ്ഞാൽ മാത്രമാണെന്ന് തോന്നുന്നു അതിന്റെ ഒരു റൂട്ട് മനസ്സിലാവുക അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മള് ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ടുള്ള ഈ ട്രംപിന്റെ ചില പെരുമാറ്റങ്ങൾ കണ്ടിട്ടില്ലേ? അദ്ദേഹമാണ് ലോകം ഭരിക്കുന്നത്, ഞാൻ പറയുന്നത് പോലെയാണ് ഈ ലോകം ചലിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ലോകത്താണ് അദ്ദേഹം നടക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം എബ്രഹാം ലിങ്കൺ, ഹാരി എസ് ട്രൂമാൻ, തിയഡോർ റൂസ്വെൽറ്റ്, ജോൺ എഫ് കെന്നഡി, ഇങ്ങനെയുള്ള ലെജൻഡറി ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. അവരുടെ ഒരു ലിസ്റ്റിലേക്ക് അമേരിക്കയുടെ ഒരു ചരിത്രത്തിലേക്ക് തനിക്കൊരു സുപ്രധാനമായ സ്ഥാനം വേണം എന്നുള്ള ലെവലിലാണ് ഈ മനുഷ്യൻ ഈ കളികൾ മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പലപ്പോഴും അതൊരു തരത്തിന്റെ അവസ്ഥയിലേക്ക് വരെ എത്തുന്നുമുണ്ട്. അതാണ് ഞാനാണ് അപ്പൊ ഇന്ത്യയോടും പാകിസ്ഥാനോടും അവർ തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ഞാനാണ് ഇടപെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്വതയില്ലാത്ത കളികളാണ് ഈ കളിക്കുന്നതെന്നുള്ളത്. അപ്പം ഇയാൾക്ക് വേറൊരു വിഷയമുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഞാൻ ഇരുന്ന കാലത്ത് ലോകത്തൊരു യുദ്ധവും ഉണ്ടായിട്ടില്ല. ഞാൻ സമാധാനത്തിന്റെ ദൂതനാണ്, എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെയുള്ള പേര് ബിൽഡപ്പ് ചെയ്യാൻ പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ US ഇതിന്റെ അകത്ത് ഈ ഇറാനിന്റെ കാര്യത്തില് ഇതുവരെ ഇടപെടാതിരുന്നത്, ചെയ്യാതിരുന്നത്. അദ്ദേഹത്തിന് സമാധാനം കൊണ്ടുവരുന്ന ആള് എന്നുള്ള ഇമേജ് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഈ ഇസ്രായേൽ കയറി ഈ പണി ഈ കൊടുത്തു കഴിയുമ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക ഇടപെടാതെ മാറി നിന്നു, അങ്ങനെ നിന്നു, കുറച്ചൊന്ന് വിട്ടു നിന്നു. പക്ഷെ അവർക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വേറെ കാര്യം. ഒടുവില് ഇവർ ഇടപെടാൻ വൈകുന്നത് കണ്ടപ്പോ അതാണ് ഈ കഴിഞ്ഞ ദിവസം നെതന്യാഹു അടിച്ചത്. ഒരുത്തരും വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ പണി തീർക്കാൻ തുടങ്ങി വെക്കാമെങ്കിലും ഇത് തീർക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റും. അത് കണക്കാക്കി തന്നെയാണ് ഇതിനിറങ്ങി തിരിച്ചത്. കൊടിയേറ്റം നടത്താമെങ്കിൽ ഉത്സവം നടത്താൻ ജഗന്നാഥനറിയാം എന്നുള്ള മട്ടിലാണ് നെതന്യാഹു പെരുമാറിയത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ട്രംപ് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമേരിക്കയുടെ സഹായമില്ലാതെ, അമേരിക്കയുടെ ഇടപെടലില്ലാതെ ഈ ഇറാന്റെ ഈ കോൺഫ്ലിക്റ്റിന് അറുതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അമേരിക്കയുടെ റോള് തീർന്നു. അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് കൂടിയാണ് ഇദ്ദേഹം ഈ ചാടി കയറി ഇതിനകത്ത് ഇടപെട്ടത്. പിന്നെ
ഇസ്രയേലിന് അമേരിക്കയെ ആവശ്യമുള്ളതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ ആവശ്യമുണ്ട്. അത് ആ മേഖലയിലെ ഒരു സ്ട്രാറ്റജിക് പാർട്ണർ എന്നുള്ളത് മാത്രമല്ല അതിന്റെ കാര്യം. അവിടൊക്കെ ഇഷ്ടംപോലെ സ്ട്രാറ്റജിക് പാർട്ണേഴ്സ് ഉണ്ട്. മിഡിൽ ഈസ്റ്റ് മുഴുവനും അവരുടെ സൈനിക താവളങ്ങളുണ്ട്. ഇസ്രായേൽ അവിടെ സൈനിക താവളങ്ങളൊന്നുമില്ല. പക്ഷെ ഖത്തർ, ഒമാന്, സൗദി, ഇറാഖ് ഇവിടെ എല്ലാം അമേരിക്കയുടെ വൻ സൈനിക താവളങ്ങളുണ്ട്. അതിന്റെ പ്രശ്നം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കയിലെ ജൂത സമൂഹം വളരെ ശക്തം. അവരുടെ ഭരണത്തിലായാലും ശരി, പെന്റഗണിലായാലും ശരി, പ്രതിരോധ സേനകളിലായാലും ശരി, നാസയിലായാലും ശരി, എല്ലായിടും ഏതാണ്ട് 60-70 ലക്ഷത്തോളം ജ്യൂസ് അമേരിക്കയിൽ തന്നെയുണ്ട്. ഇവിടെ ഇസ്രായേലിലുള്ള ജൂതന്മാരോ എത്ര ജ്യൂസ് ആണോ ഏതാണ്ട് അത്രയും തന്നെ അമേരിക്കയിലുണ്ട്. അതേപോലെ തന്നെ മുഴുവനുണ്ട്, യൂറോപ്പിലെല്ലാം ഉണ്ട്. എല്ലാം വളരെ സമ്പന്നരായ അതിസമ്പന്നരായ ഇവരുടെ സ്വാധീനം ഇവർക്കൊരിക്കലും കണക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ജൂത സമൂഹത്തിന്റെ അൾട്ടിമേറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ പിതൃഭൂമിയോട് തന്നെയാണ്, ഇസ്രായേലിനോടും അവിടുത്തെ അങ്ങനെ തന്നെയാണ്, അവരുടെ എത്രത്തോളം ഒക്കെ തന്നെയാണ്. ഇതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കാര്യം. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ അവിടെ ഒരു ചെറിയ ഒരു ഭൂമി അതുകൊണ്ട് അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാധാന്യം മാത്രമല്ല, അത് അത്ര വലിയ പ്രാധാന്യം അല്ല. കാരണം അമേരിക്കയ്ക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിന് കാരണം ഈ സാമൂഹ്യവും ചരിത്രപരവുമായ ഈ ഒരു കാര്യം അങ്ങനെ ഉള്ള പ്രാധാന്യമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇസ്രായേലിനൊപ്പം നിന്നേ പറ്റൂ. അവർക്ക് ഇതിനകത്ത് ഇടപെട്ടേ പറ്റൂ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ ഇപ്പോഴും അവരെ ആക്രമിച്ചു എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും തോറ്റു കൊടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്നലെ തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇറാനൊപ്പം നിൽക്കുന്ന അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇറാനൊപ്പം നിൽക്കണമെന്നൊരു ആഹ്വാനവുമായൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്തായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്ന ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ എന്നൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. നോക്കൂ, ഈ തുർക്കി എന്ന് പറയുന്ന അവർക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ. അവര് നാറ്റോയുടെ മെമ്പറാണ്. നാറ്റോയിലെ മെമ്പർ കൺട്രിയാണ് തുർക്കി. അവർക്ക് പറഞ്ഞ പോലെ നാറ്റോയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും താല്പര്യത്തിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അവർക്ക്. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം. അതുപോലെ ഈ അറബ് രാജ്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്, ഈ സർവ്വ അറബി മിഡിൽ ഈസ്റ്റിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, ഈ ഇറാൻ വെച്ച് ഇറാഖ്, കുവൈറ്റ്, സൗദി, ഒമാന്, ഖത്തർ, യു.എ.ഇ, ഇവിടെ എല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഉണ്ണിയും നമ്മൾ കുറച്ചുകൂടി കടത്തി പറയുകയാണെങ്കിൽ അമേരിക്കയുടെ അടിമ രാജ്യങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റിലുള്ളതെല്ലാം. അമേരിക്കയുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ചെടിക്കാൻ അവർക്ക് കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ രാജ്യങ്ങളുടെ ഇപ്പൊ ബഹറിന്റെ ആയാലും സൗദിയുടെ ആയാലും ഇവരുടെ ഇതെല്ലാം സുന്നി രാജ്യങ്ങളാണ്. ഇവരുടെ എല്ലാം ഏറ്റവും വലിയ ശത്രു ഇസ്രായേലിനെ പോലെയോ അതിനേക്കാളും വലിയ ശത്രുവാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാനാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. 8 വർഷം യുദ്ധം നടന്നത് എവിടെയാണ്? അവിടെയല്ലേ നടന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഏറ്റവും കാലം നീണ്ടു നിന്ന യുദ്ധം നടന്നത് ഈ മിഡിൽ ഈസ്റ്റിലാണ്, ഇറാൻ യുദ്ധം. അതാണ് ഇറാൻ അവിടെയുള്ള സ്ഥാനം എന്ന് പറയുന്നത്. ഒരു ചുറ്റും കിടക്കുന്ന ഒരൊറ്റ രാജ്യങ്ങൾക്കും കണ്ടുകൂടാ. അവരുടെ ചരിത്രപരമായിട്ട് തന്നെ എങ്ങനെയാണ്. പിന്നെ കൂടാതെ അമേരിക്കയുടെ പിന്നെ ഈ തുർക്കി എർദോഗാനൊക്കെ അവിടെ നിന്ന് പറയാം, ഇപ്പൊ ഞങ്ങൾ തീർത്തുകളയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, നമ്മളൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് പോകണം, ഇങ്ങനൊക്കെ ഇത് പ്രസ്താവിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഫിസിക്കലി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ സാർ, ഇപ്പോ എന്തായിരിക്കും ഇനി ഇറാന്റെ സ്റ്റാൻഡ്? അതായത് ആഫ്റ്റർ ഓൾ അവിടുത്തെ റെജീം ചേഞ്ച്, അതായത് ഇസ്ലാമിക് റെജീം ചേഞ്ച് ആണ് ഇസ്രായേൽ ഉന്നം വെക്കുന്നത്. മാത്രമല്ല ഈ 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ അറ്റാക്ക് ചെയ്തതിനു ശേഷവും ഇനിയും ഞങ്ങൾ അറ്റാക്ക് ചെയ്യും ഇറാനെ എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ആയി കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ, ഇനി ഇറാൻ എന്താണ് ഒരു ചോയ്സ് ഉള്ളത്? ഇറാന്റെ ചോയ്സ് അവിടുത്തെ ഇപ്പം ഇറാഖിന് എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇറാഖിന്റെ അതേ വഴി അതേ വിധി അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ പൂർണ്ണമായി ഭരണമാറ്റത്തിലേക്ക് പോകുന്നത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം ഈ ഇറാഖില് ആദ്യം എന്തായിരുന്നു, അവിടെ എയർ അറ്റാക്കിൽ കൂടെ മുഴുവൻ
ഇവിടുത്തെ സംഭവങ്ങൾ നശിപ്പിച്ചതിന് ശേഷം പിന്നീടാണ് കരയുദ്ധം തുടങ്ങിയത്. അമേരിക്കയുടെ വലിയ സൈനികർ 1,00,000-ഓളം അമേരിക്കൻ സൈനികർ ഇപ്പൊ തന്നെ മിഡിൽ ഈസ്റ്റിലുണ്ട്. ഇനി ഇതിന്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ ഈ ഇറാനെ ഏതെങ്കിലും അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് നേരെ ആക്രമണം നടത്തിയാൽ സാധ്യതയില്ലാതില്ല. അതുപോലെ ഹോർമുസ് മറ്റേ സ്ട്രൈറ്റ് അടച്ചാൽ ഈ പോരാട്ടത്തിന്റെ ഗതി മാറും. കാര്യം ഈ ഹോർമുസ് കടലിൽ അടച്ചാൽ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരു ചുക്കും സംഭവിക്കില്ല. എന്നാൽ ആ മേഖലയിലെ മുഴുവൻ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളുടെയും വ്യാപാരം ട്രേഡ് ഇത് മുഴുവൻ നടക്കുന്നത് ഇതുവഴിയാണ്. ഈ ഗൾഫ് ഓഫ് ഒമാനും ഈ പേർഷ്യൻ ഗൾഫും തമ്മിലുള്ള ആ ഇടനാഴിയിൽ കൂടെയാണ് മുഴുവൻ നടക്കുന്നത്. ലോകത്തിലെ 25% ഓയിൽ ട്രേഡ് നടക്കുന്നത് ഇതുവഴിയാണ്. അവിടെ എങ്ങാനും കയറി ഇറാൻ ചൊറിഞ്ഞാൽ പിന്നെ സംഗതി വേറെ. ഈ രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ എണ്ണ വരുന്ന റൂട്ടാണ്. ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധവും പോകും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ഹോർമൂസിൽ കയറി ചൊറിയുമെന്ന്. പക്ഷേ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക എസ്റ്റാബ്ലിഷ്മെന്റിന് നേരെ അവർ മിസൈൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അതോടെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന് സുഖമായിട്ട് അത് അവിടുന്ന് പിൻവാങ്ങി ഗാലറിയിൽ നെതന്യാഹുവിന് ഗാലറിയിൽ നിന്ന് കളിക്കും. മനസ്സിലായി. പൂർണ്ണമായ അർത്ഥത്തിൽ ഇറാൻ തോൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ, തോൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കൽ പോലും ഒരു അപ്രമാദം ലഭിച്ചിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ തീർന്നു എന്ന് മനസ്സിലാക്കണ്ടേ? ഖൊമേനി ഭരണകൂടം അന്ത്യത്തിലേക്ക് തന്നെ പറയേണ്ടി വരും അല്ലേ? അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. കാര്യം ഇവര് ഒരു താമസമില്ലാതെ തോന്നുന്നുണ്ട്. ഒരു മിക്കവാറും അവർക്ക് ഏറ്റവും അടുത്ത് ഈ ദൂരെ കിടക്കുന്ന 2500 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നതിനേക്കാൾ എളുപ്പമാണ് തൊട്ടടുത്ത് കിടക്കുന്ന ബഹറിനിലേക്ക്. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖൊമേനിയുടെ ഒരു പ്രസ്താവനയും കണ്ടു. അതായത് ബഹറിനിലെ സൈനിക ആസ്ഥാനങ്ങൾ ഇവരുടെ അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കണം എന്ന് പറഞ്ഞു. ഏറ്റവും 25 കിലോമീറ്ററേ ഉള്ളൂ എയർ ഡിസ്റ്റൻസ്. ഇറാന്റെ തീരത്ത് നിന്ന് 25 കിലോമീറ്റർ 30 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് കിടക്കുന്ന സ്ഥലമാണ് ഈ ബഹർ എന്ന് പറയുന്നത്. അവിടുത്തെ സൈനിക താവളം, അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്തിനാണ് 2500 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന അവിടെ ചെന്ന് വീഴുമെന്ന് പോലും ഉറപ്പില്ലാത്ത അവിടേക്ക് പോകുന്നതിന് സൗകര്യം ഇതല്ലേ എന്നവർ ചിന്തിച്ച് അവിടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൗദി എല്ലാം ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക യുദ്ധക്കപ്പലുകൾ അവിടെ കിടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അതിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇറാന്റെ. എന്തായാലും ഇവർ കാര്യം ഇറങ്ങി തിരിച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ഡെസ്പറേഷനിൽ മിക്കവാറും അങ്ങനെ ചെയ്താൽ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ചെയ്താൽ കളി മാറും, പഴയ യുദ്ധത്തിന്റെ ഒരു കാലത്തിലേക്ക് ഇത് പോകും. ഓക്കെ സാർ, ഇന്നലെ ഒരു തമാശ എന്നവണ്ണം കേട്ടൊരു പ്രസ്താവനയാണ് ഹൂത്തികൾ ഇറാനൊപ്പം ചേർന്ന് ആക്രമിക്കും എന്നൊരു ചർച്ചയും ഒക്കെ ആയിട്ട് ആഹ്വാനവുമായിട്ട് ഹൂത്തികളുടെ നേതാവ് രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു. മിലിഷ്യ ഗ്രൂപ്പുകളൊക്കെ ഇനി എന്തായിരിക്കും ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. അല്ല, ഈ ഹൂത്തികൾ നിലനിൽക്കുന്നതിന് ഇറാന്റെ സപ്പോർട്ടിലാണ്. അവർക്ക് വേറെ ഇവിടെ തന്നെ കിട്ടുക. യമൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഹൂത്തികളുള്ളത്. അതെ, അവരുടെ ഏറ്റവും വലിയൊരു ശത്രുക്കളാണ് സൗദി. സൗദി എത്രയോ കാലമായിട്ട് ഈ ഹൂത്തികളെ ഇങ്ങനെ തീർത്തോണ്ടിരിക്കുകയാണ്. അവര് നിലനിൽക്കുന്നത് തന്നെ ഇറാന്റെ ബേസിലാണ്. അതായത് ഈ ഇറാനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആനയെ സപ്പോർട്ട് ചെയ്യാം എന്നൊരു തവള പറയുന്നതേ ഉള്ളൂ. മനസ്സിലായി സാർ, മനസ്സിലായി. എന്തായാലും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു രാത്രി പുലർന്ന് എണീറ്റപ്പോഴേക്കും കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ ഇത്ര മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഇന്നലെ ഞാൻ വേറെ ചർച്ചകൾ ഇപ്പൊ അമേരിക്ക റഷ്യയും ചൈനയും ഇതിന്റെ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറും, കളി മാറും ഒക്കെയുള്ള രീതിയിലുള്ള നറേറ്റീവ് വരുന്നുണ്ട്. സത്യത്തിലെ ഒരു കാര്യമുണ്ട്, റഷ്യക്ക് ഇതിന്റെ അകത്ത് അമേരിക്ക ഒരു വശത്ത് ശക്തമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം കൊടുത്തേ പറ്റൂ. അതല്ല, ഫിസിക്കലി ഈ യുദ്ധത്തിന്റെ പാർട്ടാകാൻ അവർക്ക് കഴിയില്ല. ഇവിടെ ഇങ്ങനെ എന്താണ് ഈ
മരത്തിന്റെ ഇടയിൽ വാൽ കുടുങ്ങിയ വാനരനെ പോലെ ഇരിക്കുകയാണ് ഇപ്പോ ഓൾറെഡി ഉം, ഉം. ഇവിടെ ഉക്രൈനിൽ. അതെ അതെ. അതേപോലെ തന്നെ ചൈനയും രംഗത്തേക്ക് വരില്ല, നേരിട്ട് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും അധികം നാണം കെട്ടുപോയ ഒരു രാജ്യം ചൈനയാണ്. കാര്യം അവരുടെ ആയുധങ്ങളുടെ ശേഷി എന്താണ് ക്വാളിറ്റി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആദ്യമായിട്ട് ഒരു കോമ്പാറ്റിന്റെ അകത്ത് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ ചൈനയും നേരിട്ട് അങ്ങോട്ട് പോകാൻ വഴിയില്ല. ഈ പറഞ്ഞ പോലെ എല്ലാ അനുഗ്രഹാശിസുക്കളും പ്രാർത്ഥനകളും ഒക്കെ കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർക്കും ഇടപെടാൻ കഴിയില്ല. അങ്ങനെ പോവില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണോ 20-22 വർഷം മുമ്പ് ഇറാഖിൽ സംഭവിച്ചത്, സദാം ഹുസൈനെ എങ്ങനെയാണോ അവർ പുറത്താക്കിയത്, അത് തന്നെ ഈ ഇറാനിലും വലിയ താമസമില്ലാതെ സംഭവിക്കാനാണ് സാധ്യത എന്നാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ സാർ, ഒരു ഒറ്റ ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. അതായത് എന്തായിരിക്കും ഇനി ഇന്ത്യ ഇതിലെടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്നത്? ഇന്ത്യ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കും. ഇന്ത്യ അതിന്റെ അകത്ത് നേരിട്ട് ഒരു അഭിപ്രായം പറയാൻ പോലും പോവില്ല. മാക്സിമം സംഭവിക്കുക ചിലപ്പോൾ ഒരു മീഡിയേറ്ററുടെ റോൾ ഇന്ത്യ എടുക്കാൻ സാധ്യതയുണ്ട്. അതിനും ഇപ്പൊ അമേരിക്ക ഇടപെട്ട സ്ഥിതിക്ക് ഇനിയും അതിനും സാധ്യത കുറവാണ്. ഇപ്പൊ ഇസ്രയേലും ഇറാനും തമ്മിൽ മാത്രമായിരുന്നു നിന്നിരുന്നതെങ്കിൽ ഇന്ത്യക്ക് ഒരു മീഡിയേറ്ററുടെ റോളിൽ കൺസ്ട്രക്റ്റീവായിട്ട് പലതും ചെയ്യാൻ കഴിയും. കാരണം രണ്ട് രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇതിൽ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഒരു അമേരിക്ക ഇറാൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയിൽ ഇന്ത്യക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇന്ത്യ എന്താണോ ഇറാഖ് ആ സമയത്ത് ഇറാഖിന്റെ യുദ്ധത്തിന്റെ സമയത്ത് എന്തായാലും ഇന്ത്യ എടുത്ത സ്റ്റാൻഡിന് നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ നോക്കുക, നമ്മുടെ ആൾക്കാരെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് സ്ട്രാറ്റജിക്കായിട്ട് അതിൽ നിന്ന് ഒരു ഗോൾഡൻ സൈലൻസോടുകൂടി മാറുന്നില്ല. അത് മാത്രമേ ഇന്ത്യ ചെയ്യുള്ളൂ, അതേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇനിയിപ്പോ നാളെ ഒരു റിജീം ചേഞ്ച് അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാനുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാകണം എന്ന് തന്നെയായിരിക്കും ഇന്ത്യയുടെ ആഗ്രഹം, ഇന്ത്യയുടെ താല്പര്യം. അതിനനുസരിച്ച് തന്നെ ഇന്ത്യ നടപടികൾ എടുക്കും. തീർച്ചയായിട്ടും പൂർണ്ണമായും മനസ്സിലായിരിക്കുന്നു സാർ. എന്തായാലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇറാനിന്റെ ഇനി ഭാവി നിശ്ചയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആക്രമിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്ക് എങ്ങനെയൊക്കെയാണ് മാറുന്നതെന്നൊക്കെ പറയാൻ പറ്റില്ല. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അമേരിക്ക എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും കൂടുതൽ ആക്രമണം ഉണ്ടാക്കാനുള്ള ശേഷിയൊന്നും ഇറാന്റെ കയ്യിലില്ല. പൂർണ്ണമായ ഒരു കീഴടങ്ങലായിരിക്കും വരുന്ന മണിക്കൂറുകൾ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഒരുപാട് നന്ദി സാർ, മർനാടിനോട് ചേർന്ന് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്.